ആറന്മുളയിൽ വിമാനത്താവളം എന്ന ലക്ഷ്യവുമായി വീണ്ടും മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിൽ ദില്ലിയിൽ നിന്നുള്ള സ്വകാര്യ ഏജൻസി എത്തിച്ച ആറന്മുളയിൽ ഡ്രോൺ സർവേ നടത്തി. UDF സർക്കാരുമായി ഔദ്യോഗിക ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് എബ്രഹാം കലമണ്ണിൽ റിപ്പോർട്ടറോട് പ്രതികരിച്ചത്. പദ്ധതി എതിർക്കുമെന്ന് CPM-ഉം BJP-യും അറിയിച്ചു. സുപ്രീംകോടതിയും ദേശീയ ഹരിത ട്രിബ്യൂണലും നിരസിച്ച ആറന്മുള വിമാനത്താവള പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനാണ് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിലിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള പാടശേഖരത്ത് ഡ്രോൺ സർവേ നടത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമായിരുന്നുവെന്നും VS സർക്കാരാണ് NOC നൽകിയതെന്നും ഇടതുമുന്നണിയും വലതുമുന്നണിയും പദ്ധതിക്ക് അനുകൂലമാണെന്നും എബ്രഹാം കലമണ്ണിലിന്റെ പ്രതികരണം. ആറന്മുളയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആറന്മുള വിമാനത്താവളം. നമ്മുടെ ആസന്ന ഭാവിയിൽ ആറന്മുള വിമാനത്താവളം അല്ലാതെ പത്തനംതിട്ടയുടെ വികസനം ഇല്ല. ഡ്രോൺ സർവേ നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും വിമാനത്താവള പദ്ധതിക്കായുള്ള നീക്കത്തിനെതിരെ BJP രംഗത്തിറങ്ങുമെന്നും മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. ആ ഉത്തരവിനെതിരെ ഇപ്പോഴും കോടതി കേസാണ്. ആ കേസ് നിലവിലിരിക്കെ ഇവിടെ എന്ത് ഡ്രോൺ കൊണ്ട് എന്ത് പരിശോധന നടത്തിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അദ്ദേഹത്തിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ടാവാം. ആറന്മുള വിമാനത്താവള പദ്ധതിയെ എതിർക്കുമെന്ന പഴയ നിലപാടിൽ തന്നെ CPIM ഉറച്ചു നിൽക്കുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പ്രതികരിച്ചു. നിർദ്ദിഷ്ട സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കുന്നതിൽ CPM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പ്രായോഗികതയെപ്പറ്റി പരിശോധിക്കുമെന്ന് ആറന്മുള MLA അബിൻ വർക്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട.